ഒരു സൈഡിൽ അമ്മ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അച്ഛനും എന്തൊക്കെയോ വിഷമത്തോടു കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോവാണ് സാർ. അന്ന് എൻ്റെ അച്ഛൻ കരയുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ എവിടുന്ന കാശ് ഒപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അത്രയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആ കുട്ടീൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നാളത്തെ ഒരു ഡോക്ടറിനെ. സാറേ, ഒരു ദിവസം മെയ് 3-ാം തീയതി എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ട് ആ അമ്മയുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കും. അന്ന് എൻ്റെ അമ്മയും അച്ഛനും ഏറ്റവും പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. എനിക്ക് അത്രയും പറ്റും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ പാരൻസിനുണ്ട് സാറേ. മക്കളെ, ഈ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു മോള് വന്നു. ആ കുട്ടി കണ്ടപ്പോഴേ അത്ര സന്തോഷത്തോടു കൂടി ഒന്നല്ല, ചിരിക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോള് വാ, ഇരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്കറിയില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ല. അപ്പം ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ ഫേസിൽ നോക്കി നിന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, മോളെ എന്ത് പറ്റി, മോള് കാര്യം പറ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് ഡോക്ടറാവണം സാറേ, എൻ്റെ മാക്സിമം ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഡോക്ടറാവും സാറേ. ഞാൻ പറഞ്ഞു, മോള് വന്നത് പറയൂ, ഞാൻ എന്ത് പറ്റി, എന്താ. അപ്പം ആ കുട്ടി പറഞ്ഞു തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അവസാന സമയത്ത് ഞങ്ങളിവിടെ മോക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊഡ്യൂൾ എക്സാംസും അതുപോലെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മോക്ക് എക്സാം. എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റുമോ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ ചുമ്മാ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മോളിപ്പോൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, മോളിപ്പം എന്തെങ്കിലും ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഓഫ്ലൈനിൽ എവിടെയും പോയിട്ടുണ്ടോ. ആ കുട്ടി പറയാൻ തുടങ്ങി, സാറേ ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് ഓഫ്ലൈൻ എക്സാം വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്താണ് മോളുടെ വീട്ടിലേക്ക് ആരാ ഉള്ളത്, എന്താ ഉള്ളത്. അത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞാൻ ആദ്യം വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിന് ഭയങ്കരമായിട്ട് ആഗ്രഹത്തോടു കൂടി തന്നെ പഠിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു മടുപ്പ് വന്നു. ഞാൻ നല്ല രീതിയിലൊന്നും പഠിക്കാതായി. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായ ഒരു ദിവസം ഉണ്ടായിരുന്നു സാർ. കഴിഞ്ഞ ഇടയ്ക്കൊരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഉറക്കത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ അലാം കേട്ട് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർ അറിയാത്ത രീതിയിൽ ഞാനത് ശ്രദ്ധിച്ചു. കാരണം ഒരു സൈഡിൽ അമ്മ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, അച്ഛനും എന്തൊക്കെയോ വിഷമത്തോടു കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത്, സാർ എൻ്റെ അമ്മയ്ക്ക് സ്വർണ്ണം എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് എൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു. അമ്മ വള എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് പണയം വെച്ചോ, അല്ലെങ്കിൽ വിറ്റ് കളഞ്ഞേക്ക്, പണയം വെച്ച് അധികം കാശ് കിട്ടൂല്ലെങ്കിൽ നിങ്ങൾ വിറ്റ് കളഞ്ഞേക്ക്. നമ്മുടെ മോൾക്ക് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അവൾക്ക് അവസാനം ഓൺലൈൻ ഫീസ് കുറച്ചും കൂടെ അടയ്ക്കാനുണ്ട് അവളുടെ ക്ലാസ്സിൻ്റെത്, അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ അവളുടെ ക്ലാസ് കട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അടയ്ക്കണ്ടേ, അവളുടെ കാര്യങ്ങൾ നോക്കണം, അവളൊരു ഡോക്ടറായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ അത്രയും ആഗ്രഹിച്ചല്ലേ. എൻ്റെ അച്ഛനും അമ്മയും ഞാനൊരു ഡോക്ടറായിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് സാറേ. എനിക്ക് ഡോക്ടർ ആവണമായിരുന്നു, എനിക്ക് അവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എനിക്ക് ഡോക്ടർ ആവണം. ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ ഇന്ന് കണ്ണീര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരിക്കലും കരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല സാറേ. പക്ഷേ എൻ്റെ അമ്മയുടെ കയ്യിലുള്ള അവസാന വളയും കൂടെ എടുത്തപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ കരയുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ എവിടുന്ന കാശ് ഒപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അച്ഛന് അവസാനം എന്തോ ഒരു അസുഖം വന്നിട്ട് ആ കുട്ടി എന്നെ പറഞ്ഞു, അച്ഛൻ എല്ലാ ജോലിക്കൊക്കെ പോകുന്നായിരുന്നു, നാട്ടിലെ സാധാരണ ജോലിയാണ്. ആ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛന് കാലിന് എന്തോ തളർച്ച വന്നപ്പോൾ അച്ഛന് ജോലിക്കും പോകാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് അമ്മയുടെ കയ്യിൽ അവസാനം എന്നുള്ള ആ ഒരു വള കൂടി ഉരുത്തരേണ്ടി വന്നത്. എൻ്റെ അമ്മ ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോവാണ് സാറേ. എൻ്റെ അമ്മേൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്, വളയൊന്നുമില്ല. എനിക്ക് സാറേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എനിക്ക് അമ്മയ്ക്ക് വള വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല സാർ, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കണം സാറേ. എനിക്ക് മോക്ക് എക്സാംസ് എഴുതാനുള്ള ഒരു അവസരം തരുമോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായി മോളെ കണ്ടപ്പോൾ. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അത്രയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആ കുട്ടീൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നാളത്തെ ഒരു ഡോക്ടറിനെ. ആ മോള് പറഞ്ഞൊരു വാക്ക് കൂടെ ഉണ്ട്, സാറേ ഒരു ദിവസം മെയ് 3-ാം തീയതി എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ട് ആ അമ്മയുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കും. അന്ന് എൻ്റെ അമ്മയും അച്ഛനും ഏറ്റവും പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. എനിക്ക് അത്രയും പറ്റും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ പാരൻസിനുണ്ട് സാറേ. ഇതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം അന്ന് എൻ്റെ അമ്മ എത്രത്തോളം സന്തോഷിക്കും സാറേ, എൻ്റെ അച്ഛൻ എത്രത്തോളം ഹാപ്പി ആവും സാറേ. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ ആ വൈറ്റ് കോട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കോളേജിലേക്ക് പോകുമ്പോൾ അന്ന് എൻ്റെ അമ്മ നാട്ടുകാരുടെ മുന്നിലൊക്കെ എത്രത്തോളം സന്തോഷത്തോടുകൂടി എൻ്റെ അമ്മ നിൽക്കുന്നുണ്ടാവും സാറേ. ഇതൊക്കെ കേട്ടപ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വിഷമം തോന്നിപ്പോയിട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, മോളെ നാളെ മുതൽ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്നോ, നമ്മുടെ എക്സാം എഴുതാൻ തുടങ്ങി. കാരണം ആ കുട്ടിക്കറിയാം ആ കുട്ടി എടുക്കുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളമാണ്. ആ വീട്ടുകാർ
ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അതുപോലുള്ള പാരൻസ് നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും നല്ലത് കഴിക്കാതെ ആ സമയത്തുള്ള ഭക്ഷണം പോലും ആ കാശ് പോലും കൂട്ടി വെച്ചിട്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും അടയ്ക്കുന്ന പാരൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ പാരൻസിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കരഞ്ഞിട്ട് ആ സമയം പാരൻസ് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ദിവസം മാത്രമാണ്. അത് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് നിങ്ങൾ ജനിച്ചൊരു ദിവസമാണ്. അതല്ലാതെ പാരൻസ് ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് അവർ ചിരിച്ചിട്ടില്ല. പക്ഷേ ഇനി ഒരു ദിവസം നിങ്ങളും അവരും എല്ലാവരും കൂടെ സന്തോഷ കണ്ണീരോടുകൂടെ ചിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവണം. അതെൻ്റെ മക്കൾ ഡോക്ടറായിട്ടാണ്. പഠിക്കാൻ നോക്കടാ, നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.